നമ്മൾ മാർത്തോമാ സഭയായി ഭൂഭവനദാന പ്രസ്ഥാനം കൊണ്ടാടുകയാണ്. നമ്മൾ സ്വത്രാഴ്ചയൊക്കെ എടുത്തു കഴിഞ്ഞെങ്കിലും പൊതു അറിവിനായിട്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ഒരു കൽപ്പന 2 ആഴ്ച മുമ്പ് നമ്മളിവിടെ വായിച്ചല്ലോ. ആ കൽപ്പന തന്നെ ഞാൻ ഒന്നുകൂടെ വായിക്കാം. വാസയോഗ്യമായ ഭവനമില്ലാതെ പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് ഭവനം നിർമ്മിച്ചു നൽകുന്നതിനായി ഭാഗ്യസ്മരണീയനായ ഡോക്ടർ യൂഹാനൻ മാർത്തോമ മെത്രാപ്പൊലീത്തായുടെ ദീർഘവീക്ഷണത്തിൽ 1968 ആരംഭിച്ച പദ്ധതിയാണ് ഭൂഭവനദാന പ്രസ്ഥാനം. അഭിനന്ദ യൂഹാനൻ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടാണ് ഈ ഭവനദാന പ്രസ്ഥാനം സഭയിൽ ആരംഭിക്കുന്നത്. ഇന്ന് കാണുന്ന പുലാത്തിന് മുമ്പ് ഒരു പുലാത്തിനുണ്ട്. ആ പുലാത്തിൻ നിർമ്മിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള ആലോചന നടക്കുന്ന സമയത്ത് സഭാ കൗൺസിൽ തീരുമാനിച്ചു 1.5 ലക്ഷം രൂപയ്ക്ക് ഒരു അരമന പണിയണം, ഒരു കെട്ടിടം പണിയണം. ഇന്ന് ഏതാണ്ട് 2 കോടി രൂപയോളം വിലയുണ്ട്, അതിൽ കൂടുതൽ വിലയുണ്ട്. അപ്പോൾ അഭിനന്ദ യൂഹാനൻ മെത്രാപ്പൊലീത്ത തിരുമേനി പറഞ്ഞു, എൻ്റെ സഭയിൽ അനേകായിരങ്ങൾ ഓലക്കുടിലിൽ കഴിയുമ്പോൾ, ചെറ്റക്കുടിലിൽ കഴിയുമ്പോൾ, വാസയോഗ്യമായ ഒരു സ്ഥലത്ത് പാർക്കുവാൻ ഇടമില്ലാതെ സാഹചര്യത്തിൽ കഴിയുമ്പോൾ 1.5 ലക്ഷം രൂപയുടെ അരമനയിൽ എനിക്ക് ഉറങ്ങുവാൻ സാധിക്കുകയില്ല. ഇന്ന് ചെറിയൊരു ബാത്റൂം പണിയാൻ പോലും ഉള്ള പണമില്ല, 1.5 ലക്ഷം രൂപ. അതുകൊണ്ട് ഇന്ന് എനിക്ക് അങ്ങനെയുള്ള ഒരു വിപുലമായ സൗകര്യങ്ങളിൽ പാർക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് മാർത്തോമാ സഭയായി പാവങ്ങൾക്ക് വേണ്ടി വീട് വെച്ചു കൊടുക്കുന്ന പരിപാടികൾ നടപ്പിലാക്കണം എന്ന് തീരുമാനിക്കുകയും അന്ന് സഭാ കൗൺസിലിൻ്റെ ആലോചനയോടുകൂടി യൂഹാനൻ മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ടാണ് ഈ ഭൂഭവനദാന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. സ്റ്റാൻലി ജോൺസ് ഏതാണ്ട് 70ഓളം വീടിൻ്റെ സഹായം നൽകി 1000 രൂപ നൽകി. അന്ന് 1000 രൂപ വലിയ വിലയുള്ളതാണ്. മെത്രാപ്പൊലീത്ത തിരുമേനി 1000 രൂപ കലവണ്ണിൽ ഉമ്മനച്ചൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, 1000-ആയും 10,000-ആയും വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു. കലവണ്ണിൽ ഉമ്മനച്ചൻ എന്ന് പറയുന്നത് നമ്മുടെ വലിയ തിരുമേനിയുടെ, കാലം ചെയ്ത വലിയ തിരുമേനിയുടെ പിതാവാണ്. അങ്ങനെ 2000 രൂപ 75 വീട് വെച്ചു കൊടുക്കുന്നതിനുള്ള സഹായമായി 2000 രൂപ വെച്ച് കളക്ട് ചെയ്ത് പകുതി സഭയും പകുതി സ്റ്റാൻലി ജോൺസും അങ്ങനെ കൊടുക്കുവാനുള്ള ഒരു ക്രമീകരണം ചെയ്തു. അതാണ് അന്നു മുതൽ ആരംഭിച്ചതായിട്ടുള്ള ഭൂഭവനദാന പ്രസ്ഥാനം. നാളിതുവരെ 8,862 ഭവനങ്ങൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. വസ്തുവും വീടും ഇല്ലാത്തവർക്ക് അവ നൽകിയതും ഇതിൽ ഉൾപ്പെടുന്നു. ഇതുകൂടാതെ ഭദ്രാസനങ്ങൾ, ഇടവകൾ, സഭയിലെ വിവിധ സംഘടനകൾ എന്നിവയിലൂടെയും ഭവനങ്ങൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. അതൊന്നും ഈ കണക്കിൽ വരുന്നതല്ല. അത്യന്തം അനുഗ്രഹകരമായ ഈ പ്രവർത്തനങ്ങളിൽ നേതൃത്വവും പങ്കാളിത്തവും വഹിച്ചിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായിട്ട് ശ്ലാഘിക്കുന്നു. മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ പട്ടത്ത സുവർണ ജൂബിലി പദ്ധതികളിലൊന്നായ അഭയം പാർപ്പിട പദ്ധതി പ്രകാരം ഒരു വീടിന് ഇപ്പോൾ 7.5 ലക്ഷം രൂപ ചെലവിൽ 120 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് കൂദാശ നടത്തി കഴിഞ്ഞു. 30 വീടുകളുടെ നിർമ്മാണം സമയബന്ധിതമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ ഇടങ്ങളിലായി 6 ഏക്കർ 65 സെന്റ് സ്ഥലം ഇതിലേക്ക് ലഭ്യമാക്കുകയും വസ്തുവില്ലാത്ത അർഹരായവർക്ക് വീട് നിർമ്മിച്ച് നൽകുവാൻ ഉപയോഗിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഭൂഭവന പ്രസ്ഥാനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ ഭദ്രാസനമായും ഇടവകയായും ധാരാളം ഭവനങ്ങൾ ഇപ്പോൾ നിർമ്മിച്ച് നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭദ്രാസനത്തിൽ തന്നെ വീടില്ലാത്ത ഏതാണ്ട് 50ഓളം ആളുകൾക്ക് വീടിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുന്നു. അതുകൂടാതെ 100 വീടുകളിൽ കൂടുതലുള്ള ഇടവകൾക്ക് ഒരു വീട് വെച്ച് നൽകണമെന്നുള്ള പ്രത്യേക അറിയിപ്പ് അഭിനന്ദ തിത്തോസ് തിരുമേനി നമ്മുടെ ഇടവകളെ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ വായിച്ചിട്ടുള്ളത് നിങ്ങൾ ഓർക്കുമല്ലോ. അതുകൊണ്ട് വീടില്ലാത്ത ആരും ഉണ്ടാവരുത്. സ്ഥലമില്ലാത്തവർക്ക് പ്രത്യേക സ്ഥലം കണ്ടെത്തി അവിടെ വീട് വെച്ച് നിർമ്മിച്ച് നൽകുന്ന ഒരു പദ്ധതിയുമാണ് ഇപ്പോൾ സഭയായി ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യം ഞാൻ പ്രാരംഭമായി ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം
നെവൻഗലിയോനായി വായിച്ചു കേട്ട ഭാഗം 21 അധ്യായത്തിൻ്റെ അതിൻ്റെ 18 വാക്യം ഞാൻ വായിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 18 വാക്യം. യേശു അവനോട് എൻ്റെ ആടുകളെ മേയ്ക്ക. യേശു അവനോട് എൻ്റെ ആടുകളെ മേയ്ക്ക. പ്രാർത്ഥിക്കാം. എന്നോടുള്ള നിൻ സർവ്വനൻ മകൾക്കായി ഞാനെന്തു ചെയ്യേ നിനക്കേശുപ ഇപ്പോഴെന്തോ ചെയ്തു നിനക്കേശു. കർത്താവേ, എൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കണമേ. കേൾവിക്കാരായിട്ടുള്ള മക്കളെ വാഴ്ത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള വിവിധങ്ങളായ പ്രത്യക്ഷതയെക്കുറിച്ച് ധ്യാനിക്കുന്ന, പഠിക്കുകയും ചെയ്യുന്ന, ചിന്തിക്കുകയും ചെയ്യുന്ന ഞായറാഴ്ചകളാണ് ഈ ഞായറാഴ്ചകളൊക്കെ. ഇന്ന് ഉയർപ്പിൻ്റെ എത്രാം ഞായറാഴ്ച എന്നറിയാം? 5-ാം ഞായറാഴ്ച. ഉയർപ്പിൻ്റെ 5-ാം ഞായറാഴ്ച, 5th ഞായറാഴ്ച കേട്ടോ. എത്ര ഞായറാഴ്ച? 5-ാം ഞായറാഴ്ച. 1-ാം ഞായറാഴ്ച കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അവിടെ ഒരു ദൂതൻ കല്ലറ കാണാനായിട്ട് ചെന്ന ആളുകളോട് പറഞ്ഞു, അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. 2-ാം ഞായറാഴ്ച വന്നപ്പോൾ തോമസ് ലീഹായിക്ക് പ്രത്യക്ഷമായി. തോമസ് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുകയില്ല, അവൻ്റെ ആണിപ്പഴുതിലും വിലാപ്പുറത്തും കൈയിട്ടല്ലാതെ ഞാൻ ഒരിക്കലും വിശ്വസിക്കുകയില്ല. അങ്ങനെ യേശു തോമസിന് പ്രത്യക്ഷമായി ഒരു വലിയ വിശ്വാസം തോമസ് പ്രഖ്യാപിക്കുകയാണ്. എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ, ഓ മൈ ഗോഡ് ആൻഡ് ലോർഡ്. 3-ാം ഞായറാഴ്ച യേശുവിനെ കൂടാതെ മീൻ പിടിക്കുവാൻ പോയ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, കൂട്ടുവാൻ വല്ലതുമുണ്ടോ? അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, നാഥ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല. കഴിഞ്ഞ ഞായറാഴ്ച, 4-ാം ഞായറാഴ്ച നമ്മൾ ചിന്തിച്ചത് യെരുശലേമിൽ നിന്നും എമ്മോസിലേക്ക് യാത്രയായ 2 ശിഷ്യന്മാർ, ക്ലെയോപ്പാവും പേര് പറയാപ്പെടാത്ത ശിഷ്യനും കൂടി യാത്ര ചെയ്തു. അവർ ഭക്ഷണത്തിനിരുന്നു. അപരിചിതനായ ആ ചേർന്ന് നടന്ന മനുഷ്യൻ അപ്രത്യക്ഷമായി. അപ്പോൾ 2 ശിഷ്യന്മാർ കൂടി ചേർന്ന് പറഞ്ഞു, നമ്മുടെ കൂടെ വന്ന ആള് യഥാർത്ഥ യേശുവാണ്, ഉയർത്തെഴുന്നേറ്റ യേശു തന്നെയാണ്. നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു, നമ്മുടെ ഹൃദയം തീ കത്തിക്കൊണ്ടിരുന്നു. ആ മനുഷ്യൻ അവൻ തന്നെയാണ്, ആ ഉയർത്തെഴുന്നേറ്റ യേശു തന്നെയാണെന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ എവങ്കേലിയനായി വായിച്ചു കേട്ട ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 23 വരെയുള്ള വാക്യമാണ്. നമ്മൾ വായിച്ചത്. അതിലേശു ശിമോൻ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ എത്ര പ്രാവശ്യം ചോദിച്ചെന്നറിയാം? എത്ര? 3 പ്രാവശ്യം ചോദിച്ചു. യോഹന്നാന്റെ മകനായ ശിമോനെ എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രധാന കാര്യം നാം ഓർക്കണം. കർത്താവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ദ്രോഹം ചെയ്ത 2 ശിഷ്യന്മാരാണ്. ഒന്ന് ആര്? പത്രോസ്. എന്ത് ചെയ്തു? പത്രോസ് തള്ളിപ്പറഞ്ഞു. കോഴി കൂവുന്നതിന് മുമ്പേ 3 പ്രാവശ്യം തള്ളിപ്പറയുമെന്ന് തള്ളിപ്പറഞ്ഞു. എന്നാൽ അരമനമറ്റത്ത് നിന്നുകൊണ്ട് യേശു പത്രോസിനെ നോക്കി. ആ നോട്ടം അവൻ്റെ ജീവിതത്തിൽ വലിയ വലിയ രൂപാന്തരം ഉണ്ടായി. യേശുവിൻ്റെ കണ്ണുകളിലേക്ക് നമ്മൾ നോക്കുകയാണ്. ആ നോട്ടം നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകുവാൻ സാധിക്കണം. യേശു കർത്താവിൻ്റെ അദൃശ്യമായ നോട്ടം നമ്മുടെ ജീവിതത്തിൽ അനുതാപം ഉണ്ടാകുവാൻ സാധിക്കണം. അങ്ങനെ പത്രോസ് എന്ത് ചെയ്തു? അതിദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതിദുഃഖത്തോടെ പത്രോസ് പൊട്ടിക്കരഞ്ഞു. രണ്ടാമത് ഏറ്റവും വലിയ ദ്രോഹം ചെയ്ത ഒരു ശിഷ്യനാണ് ആര്? യൂദ. യേശുവിനെ ഒറ്റുകൊടുത്തു. അതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട്.
അനുസരണയുള്ള ശിഷ്യനാണെന്നും ശിഷ്യന്മാരെല്ലാവരും യൂദായോട് പറഞ്ഞ കാര്യം ചെയ്തു എന്നും ഒക്കെ പറഞ്ഞ് പല വ്യാഖ്യാനങ്ങൾ അതിനെക്കുറിച്ച് നടക്കുന്നുണ്ട്. നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഒറ്റുകൊടുക്കാൻ ഇട വന്നത് എന്നൊക്കെ യൂദായെക്കുറിച്ചുള്ള ഇതുണ്ട്. എന്നാൽ അവസാനം നമ്മൾ വായിക്കുന്നുണ്ട്, യൂദായ്ക്ക് സാൽവേഷൻ ലഭിച്ചില്ല. കാരണം യൂദായുടെ അനുതാപം ആരുടെ മുമ്പിലായിരുന്നു? പള്ളിപ്രമാണിമാരുടെ മുമ്പിലായിരുന്നു. എന്നാൽ യേശുവിന്റെ മുമ്പിൽ അനുദപിച്ചതായിട്ടുള്ള ക്രൂശിൽ കിടന്ന കള്ളൻ പറഞ്ഞു, നമ്മളോ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ യേശു കർത്താവ് ആ കള്ളനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലിരിക്കും. അപ്പൊ അനുതാപം ആരുടെ മുമ്പിലായിരിക്കണം? ദൈവത്തിന്റെ മുമ്പിലായിരിക്കണം. ഇന്നിച്ചിട്ട് കഴിയുമ്പോൾ നമ്മൾ ഈ പ്രസംഗം കഴിഞ്ഞ് പ്രാർത്ഥന കഴിയുമ്പോൾ കുമ്പസാര പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റ് നിൽക്കും. സത്യമായും ആത്മാർത്ഥമായും നമ്മൾ അനുദപിക്കും. എന്നാൽ അതൊരിക്കലും ഒരു അച്ഛൻ്റെ മുമ്പിലല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കാണുവാനായിട്ടുള്ളതല്ല, കാണിക്കുവാനായിട്ടുള്ളതല്ല. പിന്നെയോ അദൃശ്യമായ ദൈവത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അനുതാപഹൃദയത്തോടെ നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റുപറയുകയാണ്. അതിനാണ് ഫലം ലഭിക്കുന്ന, റിസൾട്ട് ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആരാധനകളൊക്കെ അദൃശ്യമായ ദൈവത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഈ മൈക്കെന്തോ കൂടെ കൂടെ വല്ലാത്തൊരു സൗണ്ട് പറവറാണ്, ഒരു സുഖമില്ലാത്തൊരു സൗണ്ട്. അതുകൊണ്ട് അദൃശ്യമായ ദൈവത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നമ്മൾ നമ്മുടെ അനുതാപം ഏറ്റുപറയാനായിട്ട് സാധിക്കണം, അനുതാപം പറയാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ടത്, ശിമോൻ പത്രോസിനോട് 3 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. വിശുദ്ധ മർക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ ശിഷ്യന്മാരോട് പറയുന്നു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ശിമോൻ പത്രോസും കൂട്ടാളികളും എന്ത് ചെയ്തു? എന്താ ചെയ്തേ? എല്ലാം ഉപേക്ഷിച്ച്, ബോട്ടും മീനും വലയുമെല്ലാം ഉപേക്ഷിച്ച് യേശുവിൻ്റെ പുറകെ ഇറങ്ങി പുറപ്പെടുകയാണ്. എല്ലാം ഉപേക്ഷിച്ച് യേശുവിൻ്റെ പുറകെ ഇറങ്ങി പുറപ്പെടുന്നതായിട്ടുള്ള ശിഷ്യന്മാർ. എന്നാൽ അവരുടെ ആ ശിഷ്യത്വം അത് അധിക നാൾ നീണ്ടു നിൽക്കുവാനായിട്ട് സാധിച്ചില്ല. കർത്താവിൻ്റെ ക്രൂശീകരണം നടന്നപ്പോൾ ഞങ്ങൾക്കും ഈ അനുഭവം ഉണ്ടാകുമെന്ന് പേടിച്ച് അവർ തള്ളിപ്പറയുവാനും പ്രാകുവാനും ആണയിടുവാനും ഓടിപ്പോകുവാനും ഒളിച്ചിരിക്കുവാനും ശ്രമിച്ചു. അത് നമ്മൾ ദുഃഖമുള്ള ആഴ്ചത്തെ 1-ാം ഭാഗം ശുശ്രൂഷയുടെ റോമിയോയിലും സദറായിലും അത് നമ്മൾ വായിക്കുന്നുണ്ട്. പത്രോസ് പറഞ്ഞു, ഞാൻ പഴയ തൊഴിലിലേക്ക് പോകുന്നു. അപ്പോൾ മറ്റു ശിഷ്യന്മാർ പറഞ്ഞു, ഞാനും പഴയ തൊഴിലിലേക്ക് പോകുന്നു. എന്നാൽ പഴയ തൊഴിലിലേക്ക് പോകാൻ ശിഷ്യന്മാരുടെ വേദനയുടെ നിരാശയുടെ മധ്യത്തിൽ നിസ്സഹായനായി നോക്കി നിൽക്കുന്ന ഒരു യേശുവല്ല, അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു യേശുവാണ്. അതാണ് കഴിഞ്ഞ ഞായറാഴ്ചകളിലൊക്കെ നമ്മൾ ചിന്തിച്ചത്. അവരുടെ അനുതാപത്തിലേക്കും അവരുടെ നിരാശയുടെയും മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് അവർക്ക് സാഹിത്യം നൽകുന്ന, അവർക്ക് കൂട്ടായ്മ നൽകുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ വായിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൽ വളരെ സവിസ്തരമായി വലിയൊരു ഉത്തരവാദിത്വം ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്നുണ്ട്. മനുഷ്യനെ പിടിക്കുവാനായിട്ട് ഏൽപ്പിക്കപ്പെട്ടതായിട്ടുള്ള ശിഷ്യന്മാർ അവര് പഴയ തൊഴിലിലേക്ക് പോയി, പിന്മാറ്റത്തിലേക്ക് പോയി, അവരുടെ ജീവിതത്തിന്റെ ഫോക്കസ് മാറിപ്പോയി. ഇന്ന് ക്രിസ്ത്യാനിയെ ഞാൻ നിങ്ങളും ജീവിക്കുന്ന ചുറ്റുപാടിൽ ഫോക്കസ് മാറിപ്പോകുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഫോക്കസ് മാറിപ്പോവുകയാണ്. നമുക്ക് ദൈവം തന്നതായിട്ടുള്ള ദൈവവിളിയെ തൃണവൽക്കണിച്ചുകൊണ്ട് അത് ആ ജീവൽ പ്രശ്നങ്ങളിൽ നിന്ന് മാറിപ്പോയി മറ്റു ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് മാറിപ്പോകുന്ന ജീവിത സാഹചര്യങ്ങൾ. അപ്പോൾ ശിമോൻ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞ മറുപടി എന്താണ്? കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. അങ്ങനെ 3-ാമതും ചോദിക്കയിൽ പത്രോസ് ദുഃഖിച്ചു. അപ്പോൾ യേശു പറയുന്ന ഒരു മറുപടിയുണ്ട്, എൻ്റെ
ആടുകളെ മേയ്ക്കുക. ടു ഫീഡ് മൈ ഷീപ്പ്. അഡീഷണൽ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുകയാണ്. പിന്മാറ്റത്തിൽ നിന്ന് നല്ല പെരുമാറ്റത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം നമുക്ക് അഡീഷണൽ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുകയാണ്. ശിഷ്യന്മാരെ ആദ്യം വിളിച്ചത് മനുഷ്യരെ പിടിക്കുന്ന ജോലിക്ക് വേണ്ടിയാണ്. എന്നാൽ ഇപ്പം മനുഷ്യരെ പിടിക്കുന്ന ജോലി മാത്രമല്ല, കുഞ്ഞാടുകളെ മേയ്ക്കാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന വിശ്വാസ സമൂഹമേ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുമ്പോൾ വലിയ ഉത്തരവാദിത്തങ്ങൾ നമ്മളെ ഏൽപ്പിക്കുന്നു എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. സ്നേഹത്തിൽ നിന്ന് ജനിക്കുന്ന വിളിയാണ് യേശുവിൻ്റെ വിളി. ആ വിളി സ്നേഹത്തിൽ നിന്നുള്ള വിളിയാണ്. അത് മാത്രമല്ല, ത്യാഗത്തിലൂടെ വളരുന്നതായിട്ടുള്ള ശിഷ്യത്വമാണ്. കഴിഞ്ഞ ദിവസം ഈ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു വാർത്തയുണ്ട്. ലോകം മുഴുവൻ വളരെ നൊമ്പരത്തോടുകൂടെ വായിച്ച ഒരു വാർത്തയാണത്. ജബൽപൂരിലെ ബാർക്കി ഡാമിൽ ഉല്ലാസയാത്രയ്ക്ക് പോയ ആളുകൾ ഒരു ബോട്ട് അപകടത്തിൽപ്പെട്ടു. ആ അപകടത്തിൽ 9 പേർ മരിച്ചു. ഒരമ്മ തൻ്റെ കയ്യിലിരുന്ന കൈക്കുഞ്ഞിനെ മരണത്തോട് അടുക്കുന്ന സമയത്തും ആ കൈക്കുഞ്ഞിനെ മരണത്തിന് വിട്ടുകൊടുക്കാതെ മാറോട് ചേർത്ത് തൻ്റെ ലൈഫ് ജാക്കറ്റിനോട് ചേർത്ത് കെട്ടിപ്പുണർന്ന് കിടക്കുന്ന കാഴ്ച. രക്ഷപ്പെടാനായിട്ടുള്ള സന്ദർഭമുണ്ടെങ്കിലും എൻ്റെ ഈ കുഞ്ഞിനെ, ഓമനിച്ച് വളർത്തായിട്ടുള്ള കുഞ്ഞിനെ, അതിനെ ഒറ്റയ്ക്ക് മരണത്തിലേക്ക് വിടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ ലൈഫ് ജാക്കറ്റിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മരണത്തെ പുൽകുന്ന ഒരു കാഴ്ച. അപ്പോൾ ഈ ബോഡി അന്വേഷിച്ച് ഇങ്ങനെ ചെന്നപ്പോൾ ആ അന്വേഷകർ കണ്ടെത്തിയതായിട്ടുള്ള ആ രൂപമാണ് അമ്മയെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന കൈക്കുഞ്ഞ്. ആ കൈക്കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ആ അമ്മ. ഒരമ്മയുടെ സ്നേഹമാണ് യേശു നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. ഒരമ്മയ്ക്ക് ലോകത്തിൽ നൽകുവാൻ കഴിയാത്ത അതിനപ്പുറമായ ഒരു സ്നേഹമാണ് ദൈവം എനിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിനെ അഗാപ്പെ എന്നുള്ള ഒരു ഗ്രീക്ക് പദത്തിലാണ് അറിയപ്പെടുന്നത്. അഗാപ്പെ, ഗോഡ്സ് ലവ് ടു ദി വേൾഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ലോകത്തിൽ പലതരം സ്നേഹങ്ങളുണ്ട്. ഒരു മനുഷ്യനും തമ്മിലുള്ള സ്നേഹം, ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സ്നേഹം, ഒരു അമ്മയും മകനും തമ്മിലുള്ള സ്നേഹം, അമ്മയും മകളും തമ്മിലുള്ള സ്നേഹം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം, അപ്പനും മകളും തമ്മിലുള്ള സ്നേഹം, അപ്പനും മകനും തമ്മിലുള്ള സ്നേഹം, അയൽപക്കക്കാർ തമ്മിലുള്ള സ്നേഹം, ഹോസ്പിറ്റാലിറ്റി, ഇങ്ങനെ ഒരുപാട് സ്നേഹങ്ങളുണ്ട്. നമ്മൾ വളർത്തുന്ന മൃഗങ്ങളോടും നാൽക്കാലികളോടും ജന്തുക്കളോടുമുള്ള നമ്മുടെ സ്നേഹം. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്നേഹമാണ് ഗോഡ്സ് ലവ് ടു ദി വേൾഡ്, ദൈവത്തിൻ്റെ ലോകത്തോടുള്ള സ്നേഹം. അത് കുരിശുമരണത്തോളം നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന ആ ഒരു വലിയ സ്നേഹമാണ്. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ കൂട്ടിച്ചേർക്കുന്നത് പോലെ ആ ഒരു വലിയ സ്നേഹമാണ്. അതിനപ്പുറമായ ഒരു സ്നേഹമാണ്. അതാണ് യേശു കർത്താവ് ശീമോൻ പത്രോസിന് പറയുന്നത്. തള്ളിപ്പറഞ്ഞിട്ടും തന്നോട് ഇരിപ്പാനും പ്രസംഗിക്കേണ്ട അരപ്പാനും ഭൂതങ്ങളെ പുറത്താക്കാൻ അധികാരമുണ്ടാകുവാനും നിയമിക്കപ്പെട്ടതായിട്ടുള്ള ശിഷ്യന്മാർ തള്ളിപ്പറഞ്ഞിട്ടും കൈവിടാതെ ചേർത്ത് പിടിക്കുന്ന ഒരു യേശുവിനെയാണ്. യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. അപ്പോൾ പറയുന്ന മറുപടിയാണ്, എൻ്റെ ആടുകളെ മേയ്ക്കുക. അഡീഷണൽ റെസ്പോൺസിബിലിറ്റി നമ്മളെ ഏൽപ്പിക്കുകയാണ്. ഈ ഉയർപ്പിൻ്റെ ആഴ്ചകളുടെ ശുശ്രൂഷ നാം ഓരോരുത്തരും ശ്രമിക്കുകയും സ്വീകരിക്കുകയും അത് സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് ദൈവം നമ്മുടെ നിരാശയിൽ നിസ്സഹനായി നിൽക്കുകയല്ല, അഡീഷണൽ റെസ്പോൺസിബിലിറ്റി നമ്മെ ഏൽപ്പിക്കുകയാണ്. എൻ്റെ ആടുകളെ മേയ്ക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം. അതുകൊണ്ട് വലിയ ഉത്തരവാദിത്വത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ഓരോ ആരാധനയും ഓരോ വിശുദ്ധ കുർബാനയും ഓരോ സ്നേഹത്തിൻ്റെ ചുവടുകളായി തീരുവാൻ നമുക്ക് ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും ഒരാൾക്ക് കേട്ടുകൊണ്ട് പ്രാർത്ഥന.